ഇന്ന് നമ്മളൊരു വെറൈറ്റി ചെറി പറിക്കാൻ ഇറങ്ങിയതാണ്. നമ്മളെ വീട്ടിലല്ല കേട്ടോ ഉള്ളത്, കൃഷിയിലൊക്കെ എൻ്റെ ഗുരുവായിട്ടുള്ള ദിവാരേട്ടൻ്റെ വീട്ടിലാണ്. ദിവാരേട്ടൻ ഇപ്പം മരണപ്പെട്ടു പോയി. ഇവിടെ വീട്ടിലുള്ളത് ദിവാരേട്ടൻ്റെ മകൻ രാജുവേട്ടൻ കേട്ടോ. രാജുവേട്ടൻ കുറേ ദിവസമായി നമ്മളോട് ചെറിയ ആയിട്ടുണ്ട് വന്ന് പറിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്, ഇവിടെ ആരും അങ്ങനെ പറിക്കലില്ല, ഒക്കെ കൊഴിഞ്ഞു പോലാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യം രാജുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ചെറി പറിക്കാൻ പോവാം. അപ്പൊ ഇതാണ് ഞങ്ങളെ രാജുവേട്ടൻ. രാജുവേട്ടൻ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചല്ലേ, നമ്മുടെ പെരുന്നാളിന്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ അഭി പറിച്ച വീഡിയോയിലൊക്കെ രാജുവേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ രാജുവേട്ടൻ നല്ലൊരു കർഷകനാണ്. നമ്മളെപ്പോലെ തന്നെ ദിവാരേട്ടൻ മരിച്ചതിന് ശേഷം കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് രാജുവേട്ടനാണ്. അപ്പൊ കുറെ സൈഡുകൾ പറിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ആരും പറിക്കില്ല, അവര് നമുക്ക് ചെറിയ എടുത്ത് വെച്ചതാ. ഇവിടെ കുറെ ഐറ്റം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ആരും ഇവിടെ അങ്ങനെ പറിക്കാറില്ല. ഞങ്ങൾ തന്നെ വന്ന് ആദ്യമൊക്കെ ദിവാരേട്ടനുള്ള സമയത്ത് ഞാനും അനിയനൊക്കെ വന്നിട്ട് സ്ഥിരം ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. ഓരോന്ന് പറിക്കാനൊക്കെ ആയിട്ടും മാങ്ങ പറിച്ചു കൊടുക്കും ദിവാരേട്ടൻ, അങ്ങനെ എല്ലാം ചെയ്യലുണ്ട്. ഇപ്പൊ എല്ലാരും ഓരോ തിരക്കിലായി പോയപ്പോഴാണ് അല്ലേ. അപ്പം ഇതാണ് അല്ലേ നമ്മുടെ ചെറി, നമ്മളെ വെറൈറ്റി ചെറി. ആദ്യം കാണിച്ചു കൊടുക്കും, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ആപ്പിൾ ചെറി കേട്ടോ. അപ്പൊ ഇതാ ഒന്ന് പറിച്ച് കാണിച്ചു തരാം. നല്ല സൂപ്പർ. ഇപ്പൊ മഴ ചെയ്തിട്ട് ചെറിയൊരു പുളിപ്പുണ്ടാവും അല്ലേ. ഇതാണ്ടില്ലേ, കറക്റ്റ് ആപ്പിൾ പോലെ ഉണ്ട്, ചെറിയൊരു ആപ്പിൾ പോലെ അല്ലേ. അതുകൊണ്ടാണ് ഇതിന് ആപ്പിൾ ചെറി എന്ന് പറയുന്നത്. നല്ല അടിപൊളി നിറത്തിലുള്ള നല്ല പഴുത്തിട്ടുണ്ട്. ഇത് മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അതെല്ലാത്തിലും ഉണ്ട്. ആദ്യമൊക്കെ നല്ല കോമഡി ഉണ്ടാചേട്ടാ, ഞങ്ങള് സൈക്കിളിൽ വരും ഞാനും അനിയനൊക്കെ. ഇത് ദിവാരേട്ടനൊന്നും പരിചയമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ആരും ഇല്ല നോക്കിയിട്ട് കട്ട് പറിക്കും. അങ്ങനെ ഒരു വട്ടം ദിവാരേട്ടൻ ഞങ്ങളെ പൊക്കി. അങ്ങനെ എവിടുന്നൊക്കെ ചോദിച്ചപ്പോൾ വീട്ടുപേരൊക്കെ പറഞ്ഞു, ചെറുതാകുമ്പോട്ടെ ഇപ്പോഴൊന്നല്ല. അങ്ങനെയാണ് ദിവാരേട്ടൻ പറഞ്ഞ് വീട്ടുപേരൊക്കെ പറഞ്ഞപ്പോൾ നല്ല അറിയാന്നൊക്കെ പറഞ്ഞ് പറിച്ചെന്ന് പറഞ്ഞ് ചോദിക്കാതെ അങ്ങനെ പറിക്കരുതെന്നും പറഞ്ഞു. അതിനുശേഷം അന്ന് തുടങ്ങിയ ബന്ധം ദിവാരേട്ടനായിട്ട് ഒരുപാട് കാലത്ത് ബന്ധം. കൃഷിയിലൊക്കെ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ രാജുവേട്ടൻ്റെ അച്ഛൻ ദിവാരേട്ടനോടൊക്കെ ചോദിക്കലൊക്കെ. മരത്തിലുള്ളതിലും കൂടുതൽ ഇതുപോലെ താഴെ ഇട്ടുള്ളത് നോക്കി കിടക്കുന്നൊക്കെ എത്രയാണ് കൊഴിഞ്ഞിട്ടുള്ളത്. രാജേട്ടൻ കുറെ ദിവസമായി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് കൊഴിയൽ തുടങ്ങിയിട്ടുണ്ട്, വന്ന് പറിച്ചോന്ന്. ഇപ്പൊ മുഴുവൻ താഴെ വീണ്. ഇവിടെ നോക്ക്, ഇങ്ങനെ ഉണ്ടാവും പഴുത്താല്. പഴുപ്പ് കുറച്ച് കൂടി കഴിഞ്ഞാല് ഇതാകണ്ടില്ല, കുറച്ചും കൂടെ കടുത്ത ചോപ്പായി അല്ലേ. ചോപ്പ് തന്നെ കുറച്ചുകൂടെ ഉണ്ടാവും, വ്യത്യാസം കണ്ടില്ലേ. അത്രയുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ സ്വർണ്ണാഞ്ചെറിയും ഇതുപോലെ തന്നെ, ഈ മഴ പെയ്തപ്പോൾ സ്വർണ്ണാഞ്ചെറി ഇതുപോലെ തന്നെ കൊഴിയൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാവ് ഉണ്ട് കേട്ടോ ഇതിൽ കയറിപ്പോൻ. ആദ്യമേ ഉള്ളതാണ് മാവിന്റെ കമ്പ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നമ്മളെ ചെറിയിൽ ലോക്കായി നിൽക്കുന്നുണ്ടോ. ചെറിയ അടിഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളത്, ആദ്യം ചെറുതിന് പിന്നെ കുറച്ച് ഉയർന്നതിന് ശേഷം ഇവര് കുറച്ചൊക്കെ പ്രൂൺ ചെയ്തു, പിന്നെ അത് മുകളിലോട്ട് തന്നെ ഉയർന്നു പോയിട്ടുണ്ട് കേട്ടോ. നല്ല തിങ്ങിയിട്ട് ഒരു വള്ളി പോലെ ആയിട്ട് അത് വണ്ണം വെച്ച് വന്നതാണ്. ഇല കാണിച്ചു കൊടുക്കണ്ടല്ലേ, ചെറിയുടെയും സ്വർണ്ണാഞ്ചെറിന്റെ ഒക്കെ ഇല പോലെ തന്നെ അല്ലേ. ആപ്പിൾ ചെറിന്റെ ഒക്കെ ചെറിയ ഐറ്റംസിന്റെ ഒക്കെ ഇല ഏകദേശം ഈ ഒരു മോഡലായിരിക്കും. പിന്നെ പഴുത്ത നോക്കിയിട്ട് അല്ല, മാവിലൂടെ കയറാം, മാവിലൂടെ കയറിക്കോളാം. ഞാൻ കയറി രാജുവേട്ടാ, നിങ്ങൾ ഇതൊന്ന് പിടിച്ചു തന്നെ ഞാൻ പറിച്ചു തരാം. അല്ല കോണി വേണ്ട, കോണി നമുക്ക് ചാരി വെക്കുമ്പോ ഇത് സിമ്പിളാ. ഈ മാവ് ഇല്ലല്ല. മഴ പെയ്തിട്ട് ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് നല്ല പായലുണ്ട്, അത് നോക്കിക്കോ, ശ്രദ്ധിച്ചോളാം. എന്നാ പറിക്കല്ലേ. ഈ മരത്തിൽ ഒരുപാട് കയറി പറിച്ചതല്ലേ രാജുവേട്ടാ. അതിന്റെ പച്ച കാണിച്ചു കൊടുക്ക്. പച്ച പറിച്ചല്ല, കയ്യിൽ പോന്നതാ. ഇഷ്ടംപോലെ പച്ചയുണ്ട്. ഇത് രാജുവേട്ടൻ എന്താ ചെയ്യാന്ന് അറിഞ്ഞില്ല ഇതായിട്ട്. ഉപ്പിലിടണോ? ഞങ്ങൾ എന്തായാലും ഇന്ന് കുറച്ചെടുത്ത് ഉപ്പിലിടും. അങ്ങനെയും വെക്കാറ്റ് ചെറിയ അല്ലേ. നമ്മൾ ഈ കേക്കൊക്കെ വാങ്ങിക്കുമ്പോ അതിന് മുകളിലുണ്ടാവില്ലേ ചെറിയ ഇങ്ങനെ വെച്ചിട്ടില്ല, അതിന് പറ്റിയ ചെറിയതാ. അതന്നെ ഏകദേശം ഇതൊക്കെ തന്നെയാണല്ലേ. അല്ല ഞങ്ങൾ എന്തായാലും കുറച്ച് ഉപ്പിലിടാം. ഇതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് വെച്ചാല് ഇനി ഇല്ലാത്ത സമയത്ത് എടുത്ത് കഴിക്കാലോ. ബിയമോൾക്ക് നല്ല ഇഷ്ടാ. ഇല്ല, നമ്മൾ ഇത്രയും പറഞ്ഞിട്ടേ ഇത് കഴിച്ചു കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതാ രണ്ടെണ്ണം പറിച്ചിട്ട് കഴിക്കട്ടെ. ചെറിയ പുളിയുണ്ട്. അതൊരു പൊടി മധുരം, നമ്മുടെ സുർണാഞ്ചെറിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്, ചവർപ്പില്ല.
ഇതുപോലെ കുരുകളുണ്ടാവും. കുരു കാണോ? ഇതാ ഞാൻ കഴിച്ചതിന്റെ കുരു കേട്ടോ. നല്ല പഴുത്തത് വായിലിടുമ്പോ അഴുത്തു കൊണ്ട് കേട്ടോ. മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തിലും കൂടുതലുണ്ട് രാജുവേട്ടാ. ആ നേരത്തെ. പിന്നെ ഈ ചെറികളൊക്കെ ആവുന്നത് ഈ മഴ തുടങ്ങുന്ന സമയത്തേക്കും. ഇത് കുറച്ചും കൂടെ വേനലിൽ കിട്ടുകയാണെങ്കിൽ ഈ മരത്തിലൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വന്ന് കഴിക്കും. മഴ തുടങ്ങുന്നതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു മടി കഴിക്കാനായിട്ട്. കുഞ്ഞോളെ കൊലയായിട്ട് അപ്പുറം സൈഡില് റോഡ് സൈഡിലോട്ട് കുറെ വീണിട്ടുണ്ടല്ലേ. ഒരാഴ്ച മുന്നേ ഇങ്ങനെ കൊഴിയില്ല. ഇത് മഴ പെയ്തപ്പോ ഇനി കൊഴിച്ചിട്ട് കൂടിയതാ. എന്താ ഭംഗി, ഇത് കാണാനല്ലേ രസം. ഇങ്ങോട്ട് നോക്ക്. ഇല്ലില്ല, ഇത് വേറൊരു നിറം കാണിച്ചതാ. പഴുത്ത് തുടങ്ങുന്ന കേട്ടോ. ഞാൻ ഓരോന്ന് പറിച്ച് കാണിച്ചു തരാം ലാസ്റ്റ്. അങ്ങനെ കാണിച്ചതിന്റെ ഭംഗി അറിയുള്ളൂ. ഓരോ സ്റ്റേജ്. അത് സ്വർണ്ണാഞ്ചേരിയിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇഷ്ടം പോലെ ഇങ്ങനെ പല നിറത്തിലാണ്, 4 വെറൈറ്റി നിറമായിട്ട് കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഒരേ ഫ്രൂട്ട് തന്നെ, അതിന് പല സ്റ്റേജിലുള്ളതാണ്. രാജുവേട്ടൻ പാർട്ടി പറയുന്നുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്, ഞാൻ റെഡിന്റെ ആളാണെന്ന്. മാവില് നല്ല വഴുക്കല. അപ്പൊ നമ്മളിതാ സ്റ്റാൻഡിൽ കയറിന്ന് ഇവിടെ താഴത്തെ കൊമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ഭംഗിയാണൊക്കെ കാണാന്. നമ്മളോടുണ്ട്, നമ്മളൊരു തൈയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലേ, തൈയുണ്ട് പക്ഷെ ആയിട്ടില്ല. നമ്മൾ നട്ടത് നല്ല കാപ്പിച്ചെടീന്റെ അടിയിലായിട്ട് ഇവിടെ പൊന്തി വരുന്നില്ല. ഇനി സ്ഥലമില്ല ശരിക്കും ഞങ്ങൾക്ക് ഇത് നടാനായിട്ട്, അതാണ് പ്രശ്നം. എല്ലാ ഭാഗത്തും നമ്മൾ ഓരോ നട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നട്ടു കൊടുക്കണം. അപ്പൊ ഉള്ള സ്ഥലത്തൊക്കെ നമ്മള് പരമാവധി എല്ലാ തൈകളും നട്ടിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് കൂടുതലും നടുക അനിയനാട്ടോ. അവനിപ്പം ഗൾഫിലുള്ളത്. ലീവിന് വന്നാലൊക്കെ ഓൻ എല്ലാ വെറൈറ്റികളും കൊണ്ടുവരും. അതായത് ഇതൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. എന്താ പറയാ, എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറെ എണ്ണത്തിൽ കായ്കളില്ല, കായ് വരുന്നേ ഉള്ളൂ. നമ്മളാവുന്ന എന്തായാലും വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ എല്ലാ ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യാം. കായ്ക്കുന്നത് മാത്രമല്ല, എല്ലാം കാണിക്കണ്ടേ. ചെറികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിലൊക്കെ. നല്ല വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സീസണില് ഞാൻ പറഞ്ഞല്ലോ, ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല, എല്ലാം കുറച്ച് കഴിക്കും. അപ്പൊ നമുക്ക് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഇതിനൊക്കെ കിട്ടും. എല്ലാവരും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേ ചെറിയുണ്ടല്ലോ, മധുരമുള്ള, അങ്ങനെ ആയിരിക്കും ചെറിയ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, തോന്നലുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അതൊക്കെ എന്തായാലും പഞ്ചസാര വെള്ളത്തിൽ ഇതിനും തേനിലൊക്കെ ഇതാക്കിയിട്ട് മധുരിപ്പിക്കുന്നല്ലേ. അങ്ങനെ മധുരം പ്രോസസ് ചെയ്തിട്ട് മധുരം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ ചെറികളൊന്നും മധുരം കുറവായിരിക്കും. ഇതുപോലെ പൊടിയും കുറച്ച് ചവർപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാണാൻ ചെറികളെ കാഴ്ച വെക്കാൻ ഫ്രൂട്ട്സും ഉണ്ടാവും. നോക്ക് ഇരട്ടെ, നല്ല പഴുത്തത് ഉണ്ട്. പക്ഷെ അതില് ചിലപ്പം പുഴു വരും. എന്നാലും നമ്മളെ കേക്കിലൊക്കെ ഉള്ള അല്ലേ, കേക്കിൽ തന്നെ. കേക്കിൽ നമ്മള് ഏറ്റവും മോൾ ഭാഗത്ത് ഇങ്ങനെ വെക്കൂലേ, ഇതാ ഇതുപോലുള്ള ഇതാ പച്ച കണ്ടില്ലേ, ഇതൊക്കെ പച്ച ഉണ്ട്, അതൊക്കെ പച്ച. ഇതൊക്കെ ഇതിൽ കാണിച്ചു കൊടുക്ക്. ഇത് പച്ച കാണുന്നുണ്ടോ. പിന്നെ കുറച്ച് പഴുത്ത് വരുമ്പോ ഒരു മഞ്ഞ അല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇതാ മഞ്ഞയുണ്ട്, കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ്. സുർണാഞ്ചേരി കറക്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാ. പിന്നെ ഇതാ പഴുത്ത് കഴിഞ്ഞാല് ഒറ്റ പഴുത്തതും ഇല്ല ഇവിടെ. ഇത് ഇതിൽ കാണിച്ചു കൊടുക്ക്. എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പൊതിച്ച് കാണിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും ആ കമ്പ് കൊണ്ട് പൊട്ടിക്കട്ടോ. ഇത് കണ്ടോ,
പച്ചയുണ്ട്, കുറച്ചൊരു മഞ്ഞയല്ല ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വരും. പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചുവപ്പ്. ഇതിലും പഴുത്താൽ നല്ല കുറച്ചുകൂടെ കടും ചുവപ്പ് ഉണ്ട് കേട്ടോ. അതിൽ അതായത് ഈ കാണുന്ന പോലെ ആവും, ഇങ്ങനെ ആവും. നമ്മള് ഇടയ്ക്ക് ഒരു ആപ്പിൾ വരില്ല, ചെറിയൊരു ആപ്പിള് കടകളിൽ, അതുപോലെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആപ്പിൾ. ആ ആ ആപ്പിൾ ചെറി. ഇപ്രാവശ്യം മാങ്ങയൊക്കെ ഉണ്ടായ പോലെ തന്നെ ചെറികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്ക്, ഇതിനിങ്ങനെ കറക്കി വന്നത് എല്ലാ കമ്പിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇതാ നല്ല പഴുത്ത് നോക്ക്, ഇങ്ങനെ ഉണ്ടാവും നല്ല പഴുത്ത് കഴിഞ്ഞാൽ. കുറച്ച് പഴുപ്പ് കൂടി എങ്ങനെ ആവും, പെട്ടെന്ന് അലിത്ത് വരും കേട്ടോ ഇങ്ങനെ. നല്ലത് അധികം പഴുപ്പാവാത്ത. ഏത് സാധനം പഴുപ്പ് കൂടി കഴിഞ്ഞാലും പ്രശ്നമല്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ എളുപ്പം പറിക്കാം. കായ്കൾ കൊണ്ടേ ഇങ്ങോട്ട് നോക്കതാ, ആ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുക്കുക. എല്ലാ കമ്പും ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്, ഉണ്ടോ? ഇവിടം വരെ ഉണ്ട്. പറിക്കുകയാണെങ്കിൽ അത്രയ്ക്കുണ്ട്. രാജേട്ടൻ പറയാ മുഴുവൻ പറിച്ചു തീർക്കണം, മുഴുവൻ പറിക്കണമെങ്കിൽ അത്രയുണ്ട്. നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ളത് ഇതിലൊക്കെ നോക്ക്, പഴുത്തത് മാത്രം. ഈ കമ്പ് വേണ്ട, ചെറിയ കമ്പ് ഞാൻ പിടിച്ച പഴുത്തത് മാത്രം ഉള്ളതില്ലേ. നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കൊഴിഞ്ഞു പോകും. റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെയിലും ചെറിയ മഴയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പറിക്കാൻ പറ്റി. ഏതോ ഒന്ന് കിളി ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. കിളികൾക്കും മടുത്തിട്ടുണ്ടാവും, അത്രയില്ലേ. പിന്നെ കുറച്ച് പുളിരുചി ഉള്ളതുകൊണ്ട് കിളികൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഒന്ന് വന്നിങ്ങനെ കഴിച്ചിട്ട് നമ്മൾ നല്ല കഴിക്കുന്നത് ഇതാ പീനട്ട് ബട്ടർ. അതിന് നല്ല മധുര, പഴുത്ത. പിന്നെ അതിന് നല്ല അതിന്റെ കാമ്പുള്ളത് കൊണ്ട് അത് നല്ല കഴിക്കും. ഇതൊക്കെ പിന്നെ ഒന്ന് കൊത്തിയിടുള്ളൂ. നമുക്ക് കുറച്ച് അപ്പുറം ഭാഗത്തുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് പറിക്കുക. അയ്യോ, താഴെ ഇറങ്ങാനാ പറ്റാത്തത്. ഇങ്ങോട്ട് നോക്ക്, എല്ലാം കുറെ ചവിട്ടിപ്പോയി. ചവിട്ടുമ്പോൾ നമുക്ക് സങ്കടം, അത്രയും വീണ് കിടക്കുന്നുണ്ട്. വേഗം പിന്നെ മണ്ണായതുകൊണ്ട് നമുക്ക് പെറുക്കി എടുത്താലൊക്കെ ചിലപ്പം ഉപ്പിലൊക്കെ ഇട്ടാൽ കേടായി പോകും അല്ലേ. ചതവ് വന്നിട്ടുണ്ടാവും. എത്രയും നോക്ക്, ഇതെങ്ങനെ പരന്ന് കിടക്കും. ഇതൊന്നുമില്ല, റോഡ് സൈഡിന് അപ്പുറം ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത റോഡാണ്. റോഡിന്റെ സൈഡിലൊക്കെ നോക്ക്, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതാ ഇത്രയും ചെറി പറിച്ചിട്ടുണ്ട്. ഈ ചെറിയുടെ മരമൊക്കെ നമ്മൾ വീടിന്റെ മുൻഭാഗത്ത് നട്ടാലും നല്ല ഭംഗിയാട്ടോ. ഇതൊന്നും കഴിക്കാൻ വലിയ രുചിയില്ലെങ്കിലും കാണാൻ ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ നട്ടു കൊടുത്താലും നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളിതുകൊണ്ടേ ഉപ്പിലിടാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ആദ്യമായിട്ടേക്കും ചില ആളുകളൊക്കെ ആപ്പിൾ ചെറി കാണുന്നത്. നല്ല കാണിച്ചു കൊടുക്കുക, അങ്ങനെ ആപ്പിൾ പോലെ ഇരിക്കും കേട്ടോ. സുർനാഞ്ചെറി നമ്മൾ ഇതുപോലെ കാണിച്ചിരുന്നു. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒന്നും കൂടെ കണ്ടോളി, നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നമ്മളിത് ഉപ്പിലിടാണ്. അപ്പം ഇതിന് മുന്നേ ആപ്പിൾ ചെറി കണ്ടവരൊക്കെ പറിച്ചവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഉപ്പിലിടാനാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എടുത്തിങ്ങനെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ല, നമുക്ക് ഇഷ്ടം പോലെ ചെറി പറിക്കാനുണ്ട്. നമുക്ക് എന്തെങ്കിലും വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുന്ന അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.